ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 349. നമ്മളിന്ന് നോക്കുന്ന കാണ്ഡം 7, അനുവാകം 7, സൂക്തം 78. ഇതിലെ ദേവത അഗ്നിയാണ്. അഗ്നി ഉപയോഗിച്ച രോഗങ്ങളെ മാറ്റുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം അഗ്നി ഉപയോഗിച്ച രോഗങ്ങളെ മാറ്റുക എന്ന് പറയുന്നതും സാധാരണക്കാരനടക്കം അറിയാം. എങ്ങനെയാണ്? അവരെ സംബന്ധിച്ചിടത്തോളം ആവി പിടിക്കും, അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയോ നീരോ എല്ലാം ഉണ്ടെങ്കിൽ അവിടെ ചൂട് പിടിക്കും. അപ്പം അഗ്നി മാറ്റുന്നുണ്ട്, അത് അവർക്കറിയാം. പക്ഷെ അത് മാത്രമല്ല അതിൻ്റെ അർത്ഥം. അഗ്നി നമ്മളെ ശരീരത്തിൽ ഇപ്പം മരുന്ന് കഴിച്ചിട്ടാണ് രോഗം മാറ്റുന്നുണ്ടെങ്കിൽ ആ മരുന്ന് ശരീരത്തിലെ ആ രോഗം ഉണ്ടാക്കുന്നതിന് കാരണമായ ആ സ്ഥലത്ത് വെച്ച് ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. എല്ലാ രാസപ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നത് അഗ്നിയാണ്. അപ്പം മരുന്ന് എന്ന് പറയുന്നതിൽ മരുന്നിലുള്ള രാസപ്രവർത്തനം നടക്കുമ്പോഴുള്ള ഒരു അഗ്നി, അതാണ് ആ രാസപ്രവർത്തനത്തെ പ്രേരിപ്പിച്ചിട്ട് രോഗങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്നത്. ഇപ്പം 2 കമ്പികൾ നമ്മൾ ഇരുമ്പിൻ്റെ കമ്പി യോജിപ്പിക്കേണ്ടിക്ക് ഉരുക്കി ചോദിക്കുന്ന കണ്ടിട്ടില്ലേ, വെൽഡിങ് റോഡ് വെച്ചിട്ട്. അപ്പം അത് അവിടെ ഉരുകിയിട്ടാണ് പിടിക്കുന്നത്. ഉരുകണ്ടിക്ക് എന്ത് വേണം? ചൂട് വേണം, അപ്പോഴേ യോജിക്കൂ. അതുമാതിരി എല്ലുകൾ യോജിപ്പിക്കാനും നമ്മൾ കാൽസ്യം എല്ലാം കൊടുത്തു കഴിഞ്ഞാലും അത് പോയിട്ട് ആവില്ല. അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്, അതിൽ അഗ്നിയാണ് പങ്കെടുക്കുന്നത്. അതുമാതിരി എല്ലാ രാസപ്രവർത്തനത്തിലും. അപ്പം ആ നിലയിൽ നമ്മളെ രോഗങ്ങളെല്ലാം മാറ്റുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി അഗ്നിയാണ്. ആ നിലയിൽ ഒരു വിശാലമായ അർത്ഥത്തിൽ അഗ്നിയെ നമ്മൾ കാണണം ഇവിടെ. അപ്പം നമുക്ക് ഈ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇവിടെ അഗ്നിയെ രോഗം മാറ്റുന്ന ശക്തി, അല്ലെങ്കിൽ ചൂട് പിടിച്ചിട്ട്, അല്ലെങ്കിൽ മരുന്നിലൂട്ട്, ആ നിലയിൽ മാത്രമല്ല അഗ്നി ഇവിടെ പറയുന്നത്. അവസാനം നമുക്ക് ധനം നൽകണം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പം ധനം നൽകുന്ന അഗ്നി എന്ന് പറയുന്നത് ഈ മരുന്നിലുള്ള ചികിത്സയായിട്ട് ബന്ധപ്പെട്ടതല്ല. നമ്മൾ അഗ്നി ഉപയോഗിച്ചിട്ട് പല കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്, ഭക്ഷണം വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അഗ്നി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിട്ടാണ് വേദങ്ങളിൽ അഗ്നി എന്ന് പറയുമ്പോൾ വെറും അഗ്നി, ചൂട്, വെളിച്ചം അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. ഊർജം എന്ന നിലയിൽ എടുക്കണം. ഊർജം. അപ്പം ഊർജത്തിന് പല രൂപമുണ്ട്. വെളിച്ച രൂപമുണ്ട്. വെളിച്ചം നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? നമ്മൾ പല ഉപകരണത്തിലും വെളിച്ചം ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഫങ്ഷനെല്ലാം നടക്കുന്നത്. പിന്നെ ചൂട് എന്ന നിലയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ചോറെല്ലാം പാകം ചെയ്യുന്നത് ചൂട് എന്ന നിലയിലാണ്. പിന്നെ ബലം പ്രയോഗിക്കുന്നുണ്ട്. നമ്മൾ നടക്കാനെല്ലാം ബലമെല്ലാം ഉപയോഗിക്കുന്നത്. ബലം എന്ന് പറയുന്നത് അഗ്നിയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അഗ്നിയിൽ നിന്നാണ് ഊർജം കിട്ടുന്നത്. അപ്പം ആ നിലയിൽ കാണണം. ഫാക്ടറികളിലെല്ലാം നമ്മൾ വൈദ്യുതിയെല്ലാം ഉപയോഗിച്ചിട്ടാണ് പല യന്ത്രങ്ങളും പ്രവർത്തിപ്പിക്കുന്നത്. ഇപ്പം മെഡിസിനെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന പോലും വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ്. അപ്പം ആ നിലയിൽ ചിന്തിക്കുമ്പോൾ വൈദ്യുതി ഊർജം എന്ന നിലയിൽ കാണണം. അപ്പം വേദങ്ങളിലെ അഗ്നി എന്ന് പറയുമ്പോൾ വെറും ചൂട്, വെളിച്ചം ആ നിലയിൽ എടുത്താൽ പോരാ. ഊർജം എന്ന നിലയിൽ, ഒരു വിശാലമായ നിലയിൽ, അതേസമയം ബലങ്ങൾ, ശക്തി എല്ലാം അതിൽപ്പെടും. ഇനി നമുക്ക് ഒന്നാമത്തെ ആ മന്ത്രത്തിലേക്ക് പോകാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 7, അനുവാകം 7, സൂക്തം 78. ഋഷി അഥർവൻ, ദേവത അഗ്നി, ഛന്ദസ് ഉഷ്ണിക്, തൃഷ്ടുപ്പ്. വി തേ മുഞ്ചാമി ദശനാം വിയോക്ത്രം വിനിയോജനം ഇഹൈവ ത്വമജസ്ര ഈധ്യഗ്നേ അസ്മൈ ക്ഷത്രാണി ധാരയന്തമഗ്നേ യുനജ്മി ത്വാ ബ്രഹ്മണ ബമ്യേന ദീദിഹ്യസ്മഭ്യം ദ്രവിണേഹ ഭദ്രം പ്രേമ ഓജോഹദിർദാം ദേവതാസു. ഭാവാർത്ഥം: നമ്മുടെ രോഗപാശത്തെ അഗ്നി മുറിച്ചു മാറ്റുന്നു.
കഴുത്ത്, പാർശ്വഭാഗങ്ങള്, മധ്യഭാഗം എന്നിവിടങ്ങളിലും അതിന് താഴെയുള്ള ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ രോഗപാശത്തെ മുറിച്ചു മാറ്റുന്നു. അങ്ങനെ രോഗിയിൽ അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഹവിസ് നൽകുന്ന ഞങ്ങൾക്ക് നീ പുത്രന്മാരും ധനവും സുഖവും നൽകുക. നമ്മുടെ യജമാനന് ശക്തി നൽകി അവരുടെ ആഗ്രഹങ്ങൾ ഇന്ദ്രനോട് പറയുക. നമ്മുടെ രോഗപാശത്തെ അഗ്നി മുറിച്ചു മാറ്റുന്നു. രോഗപാശം, പാശം എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിച്ച്, രോഗം നമ്മളെ ശരീരമായിട്ട് ബന്ധിപ്പിച്ചാൽ എവിടെയെങ്കിലും അഗ്നി അവനെ മുറിച്ചു മാറ്റും. ഉദാഹരണമായിട്ട് നമ്മളെ മുറിവിൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ ചൂട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ബാക്ടീരിയ എല്ലാം ചത്തുപോകും. കാലിലൊരു നീരുണ്ടെങ്കിൽ ആ നീരിനെയെല്ലാം വിഘടിപ്പിച്ച് വലിച്ചു മാറ്റും ചൂട് പിടിച്ചു കഴിഞ്ഞാൽ. അല്ല, മരുന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും മരുന്നുകളും അവിടെ ഒരു പ്രത്യേക ടെമ്പറേച്ചറിലാണ് രാസപ്രവർത്തനം നടത്തിയിട്ട് രോഗങ്ങളെ മാറ്റുന്നത്. അപ്പം രോഗപാശത്തെ, രോഗം ശരീരത്തിൽ എവിടെയെങ്കിലും പിടിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ അഗ്നിക്ക് കഴിയും. എവിടെയെല്ലാം ഉള്ള, കഴുത്തിലുള്ളതാകാം, പാർശ്വഭാഗത്തെ ആകാം, മധ്യഭാഗത്തെ ആകാം, അതിന് താഴെയുള്ള ഭാഗങ്ങൾ, അതായത് ശരീരത്തിൽ മുകളിൽ നിന്ന് താഴെ വരെയുള്ള എല്ലാ രോഗങ്ങളെയും എടുത്തു മാറ്റാനുള്ള കഴിവ് അഗ്നിക്കുണ്ട്. അഗ്നി ഉപയോഗിച്ചിട്ട് നമ്മൾ ചൂട് പിടിക്കൂല, ആവി പിടിക്കൂലേ, ഇങ്ങനെ പലതരത്തിൽ കാലിന് ചൂട് പിടിക്കും, അവയവങ്ങളിൽ ചിലയിടത്തെല്ലാം നമ്മൾ ചൂട് പിടിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നീരെല്ലാം ഉണ്ടെങ്കിൽ. അതേസമയം മുകളിൽ നിന്ന് താഴെ വരെ എന്ന് പറഞ്ഞാൽ അകത്തും നമ്മൾ മരുന്ന് കഴിക്കും. മരുന്ന് കഴിക്കുമ്പോൾ ആ മരുന്നിലെ അഗ്നിയാണ് അവിടെ ഒരു രാസപ്രവർത്തനത്തിലൂടെ അതിനെ ശരിയാക്കുന്നത്. അപ്പം നമ്മളെ ശരീരത്തിൻ്റെ എവിടെയുള്ള ഭാഗങ്ങളിലുള്ള രോഗങ്ങളെ അത് ആ രോഗപാശത്തെ മുറിച്ചു മാറ്റുന്നു. അങ്ങനെ രോഗിയിൽ അത് അനുകൂലമായി പ്രവർത്തിക്കുന്നു. അപ്പം അഗ്നി രോഗമുള്ളവരിൽ അനുകൂലമായി പ്രവർത്തിക്കുന്നുണ്ട്. പലതരത്തിൽ നമ്മൾ അഗ്നിയെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് രോഗം വരുമ്പോൾ, നീര് വരുമ്പോൾ ചൂട് പിടിക്കും, അല്ലെങ്കിൽ മരുന്ന് രൂപത്തിൽ കഴിക്കും. അങ്ങനെ നമ്മൾ അഗ്നിക്ക് ഹവിസ് നൽകുന്നുണ്ട്. ഹവിസ് നൽകുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ. ഇപ്പം ചൂട് പിടിക്കണ്ടെങ്കിൽ നീരുണ്ട്, ചൂടുവെള്ളം ബാഗിലാക്കിയിട്ട് ചിലപ്പം പിടിക്കും. അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഈ മണൽ ചൂടാക്കിയിട്ട് തുണി കെട്ടിയിട്ട് പിടിക്കും, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് പിടിക്കും. ഇതെല്ലാം ഹവിസാണ് നമുക്ക് അർപ്പിക്കുന്നത്. ചൂടുവെള്ള ഹവിസാണ്. അതിലുള്ള അഗ്നിയാണ് രോഗത്തെ മാറ്റുന്നത്. അപ്പോൾ ഹവിസ് നമ്മൾ അർപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തെങ്കിലും കൊടുത്താലല്ലേ. ചൂട് തന്നാലേ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ചൂടേ നീ പോയിട്ട് അഗ്നി നീ പോയിട്ട് അവിടെ ചൂടാക്കിയിട്ട് കാലിൻ്റെ നീര് മാറ്റുക എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. അവിടെ ചൂടുവെള്ളം എന്തെങ്കിലും ആയിട്ട് പിടിക്കണം, എങ്കിലേ മാറുള്ളൂ. അതാണ് ഹവിസ് നമ്മൾ നൽകുന്നത്. അതിനോട് എന്നിട്ട് എന്ത് പറയുകയാണ്? നീ പുത്രന്മാരും ധനവും സുഖവും നൽകുക. പുത്രന്മാരെ നൽകുക. പുത്രന്മാരെ നൽകണ്ടെങ്കിലും എന്ത് വേണം? അണ്ഡവും ബീജവും കൂടിച്ചേരുന്നത് ഒരു പ്രത്യേക ഊഷ്മാവിലാണ്. ആ ടെമ്പറേച്ചറിലാണ് ആ രാസപ്രവർത്തനം നടത്തിയിട്ട് അത് കൊച്ചായിട്ട് മാറുന്നത്. ധനം നൽകണ്ടെങ്കിൽ നമ്മൾ അധ്വാനിച്ചിട്ട് തന്നെ. അധ്വാനിക്കണ്ടെങ്കിൽ ഊർജം വേണമല്ലോ. അഗ്നി എന്നുള്ളത് ഊർജമായിട്ട് കാണണം. വെറും അഗ്നി എന്ന നിലയിൽ എടുക്കരുത്. ഊർജം, ശക്തി ഉണ്ടെങ്കിലല്ലേ അധ്വാനിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫാക്ടറിയിൽ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യേണ്ടിക്ക് ഇലക്ട്രിസിറ്റി, വൈദ്യുതി എല്ലാം ആവശ്യമില്ലേ? അഗ്നി വേണ്ടേ? അപ്പോൾ ആ തരത്തിലല്ല. അങ്ങനെയാണ് സുഖേലം നമ്മൾ നേടുന്നത്. നമ്മളെ യജമാനന് ശക്തി നൽകുക. യജമാനൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ കർമ്മങ്ങൾ ചെയ്യുന്നത് അവർക്ക് ശക്തി. അവരുടെ ശക്തി എന്താണ്? നമ്മളെ ശക്തി ഉപയോഗിച്ചിട്ടാണ് അവരെ സഹായിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വൈദ്യുതി എല്ലാം ഉപയോഗിച്ചിട്ടാണ് അവരെ സഹായിക്കുന്നത്. അവരുടെ ആഗ്രഹങ്ങൾ ഇന്ദ്രനോട് പറയുക. ഇന്ദ്രനാണ് എല്ലാ യജ്ഞങ്ങളെയും ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആ കർമ്മത്തിന് സാധനങ്ങൾ കൊടുക്കുന്നേ ഉള്ളൂ. ഇപ്പം ചോറ് വെക്കേണ്ടിക്ക് നമ്മൾ പാത്രത്തിൽ അരിയും വെള്ളം ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അതിനെ ചോറാക്കി മാറ്റാനൊന്നും നമുക്കൊന്നും ചെയ്യുന്നില്ല. അഗ്നി കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ അകത്തുള്ള ഒരു ശക്തി വിശേഷമാണ്, ആ സിസ്റ്റത്തിലുള്ള ഒരു ശക്തി വിശേഷമാണ് അതിനെ ഏകോപിപ്പിച്ചിട്ട് അത് ചോറാക്കി മാറ്റുന്നു. ആ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ യജമാനൻ്റെ ഏത് കർമ്മങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ഏത് കർമ്മങ്ങളും പൂർത്തീകരിക്കുന്ന ഇന്ദ്രനാണ്. അപ്പോൾ ഇന്ദ്രൻ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? അഗ്നിയുടെ ഊർജത്തിൻ്റെ സഹായത്താലാണ്. ചോറ് വേകുന്നത് തന്നെ അഗ്നിയുടെ സഹായത്താലാണ്.
അതിൻ്റെ അകത്തെ ഏകോപിപ്പിക്കുന്ന ശക്തി അഗ്നിയുടെ സഹായത്താലാണ് ചോറെല്ലാം വേവി ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ദ്രനോട് പറയണമെന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ അപ്പോൾ യജമാനൻ്റെ ആഗ്രഹം അനുസരിച്ച് അഗ്നിയുടെ സഹായത്താൽ എന്ത് സാധനമാണോ ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കി കൊടുക്കും. അപ്പം അഗ്നി നമ്മളെ രോഗങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മളെ പ്രവർത്തനത്തിന് ശക്തി കിട്ടുന്നത് അഗ്നിയിൽ നിന്നാണ്. ഇനി പുറത്തെന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അഗ്നിയുടെ പല രൂപത്തിലുള്ള ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഊർജ രൂപത്തിൽ അത് ഇലക്ട്രിസിറ്റി ആകാം, തീ ആകാം, എന്തോ ആകാം.